ക്യാരറ്റ് വേണ്ടാന്ന്. എന്താ വേണ്ടാഞ്ഞിട്ട്. അമ്മ അമ്മ ഇന്ന് മീൻ കറിയില്ലേ? ഇന്നലത്തെ മീൻ കറി ഇരിപ്പുണ്ട്. അറിയടാ. ബീട്രൂട്ട് വേണ്ട. ബീട്രൂട്ട് വേണ്ടാന്ന്. വേണ്ടെങ്കി വേണ്ട. അമ്മോയ് നമുക്ക് നാളെ എന്തായാലും മീൻ മേടിക്കണം കേട്ടാ. ചെമ്മീൻ മേടിക്കാം, നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാല്ലേ. നാളത്തെ കാര്യമല്ലേ? ഓ നാളെ തീരുമാനിച്ച പോരെ? മതി. ബീൻസ് വേണ്ട. അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് വേണം, ഞാൻ കഴിച്ചോളാം. അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ ഉണ്ടാക്കി കഴിച്ചാൽ മതി. ഇത് അച്ഛൻ പറഞ്ഞത് കറക്റ്റ്. അമ്മയ്ക്ക് ആരെങ്കിലും എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അമ്മ അത് മനസ്സിൽ വെച്ച് പെരുമാറും. വഴക്കുണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിണ്ടാതെ വന്നത്. അപ്പം മിണ്ടിച്ചേ അടങ്ങുള്ളൂ. ചേച്ചി ചേച്ചി മിണ്ടായിരിക്കുന്നുണ്ടോ? എടാ നിനക്കെന്താണ് പ്രശ്നം? നീ കണ്ടല്ലേ, ഞാൻ എന്ത് ചെയ്യാൻ വന്നാലും അമ്മ വേണ്ട വേണ്ടാന്ന് പറയും. എന്താ പ്രശ്നം? കുറെ നേരം സംസാരമൊന്നും ഇല്ലായിരുന്നല്ലേ, പിന്നെ തുടങ്ങിയ ആര് പ്രശ്നം ഉണ്ടാക്കിയാര്? വേറെ ആരുണ്ടാക്കാൻ അമ്മ തന്നെ. അച്ഛാ അച്ഛൻ ഇവിടെ ഒരു ബഹളം ഉണ്ടാകാൻ വേണ്ടി നോക്കിയിരിക്കായിരുന്നു ഓടി വരെ. ലച്ചുവേ, കാര്യം അറിയാതെ നാക്ക് നീട്ടി നാക്കരി ഞാൻ. പിന്നെ നീ നാക്കാരി, നീ അരിഞ്ഞു നോക്ക്. അവളെ നാക്കരി, അവളെ നാക്ക് പാവയ്ക്കല്ലേ, നിന്റെ നാക്ക ഞാൻ. അതിന് എളുപ്പമായിരിക്കും വെച്ചാ, അമ്മയുടെ നാക്ക് പടവലാണല്ലോ. അയ്യോ സത്യം തന്നെ മക്കളെ, സത്യം പടവല. ലച്ചുവേ, നല്ല വീക്കനോട് ഞാൻ. എടീ അവള് പറഞ്ഞ കറക്റ്റ് തന്നെ, നിന്റെ നാക്ക് പടവല നാക്കി തന്നെ. എടാ കേശു, അച്ഛനെ വേണേ വിളിച്ചിട്ട് വാടാ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യോടി, എന്ത് ചെയ്യോടി? എടി എന്താണ് പ്രശ്നം അറിയാൻ വേണ്ടി വന്നതാണ് ഞാൻ കേട്ടാ. അച്ഛൻ അമ്മ അടുക്കള കയറി ഒന്നും ചെയ്യാൻ സമ്മതിക്കണില്ലെന്നേ. അത് ഞാൻ ക്യാരറ്റ് എടുത്തോണ്ട് വന്ന് അത് അരിയണ്ടാന്ന് പറഞ്ഞു. ഓക്കെ ശരി വിട്ട്. ഞാൻ ബീട്രൂട്ട് എടുത്തോണ്ട് വന്ന് അതും വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ ദേ ബീൻസ് എടുത്തോണ്ട് വന്ന് ഇതും വേണ്ടാന്ന് പറയുന്നു. പണ്ടേ ഇവളെ സ്വഭാവം തന്നെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യം നമുക്ക് ഇഷ്ടമല്ല, ഒന്നും ചെയ്യാനും സമ്മതിക്കില്ല. പണ്ട് ഞാൻ നേരത്തെ ഇങ്ങനെ വീട് വയ്ക്കാൻ വിചാരിച്ച്, അവിടെ സെറ്റിലാകാൻ വിചാരിച്ച്, നടന്നില്ല, വേണ്ടെന്ന് പറഞ്ഞു. പടവലത്ത് വീട് വയ്ക്കാൻ വിചാരിച്ച്, അതും വേണ്ടെന്ന് പറഞ്ഞു. അവസരം ഇവിടെ അടുത്ത് ഒരുപാട് വീട് ഞാൻ അന്വേഷിച്ച്, അതൊന്നും നമുക്ക് പിടിക്കൂല. അവസരം ഇവിടെ അവൻ താമസിച്ച്. ഇപ്പൊ എത്ര വാടക, വാടക എത്രയാണ് കൊടുക്കുന്നത്? വാടക ആര് കൊടുക്കുന്നത്? നീനെ കൊടുക്കണം, നീനെ കൊടുക്കണം. പിന്നെ അല്ലാതെ നിനക്ക് ഇഷ്ടപ്പെട്ട വീട്ടിൽ നീ വാടക എടുത്ത്, അപ്പൊ നീനെ കൊടുക്കണ്ടേ? എനിക്ക് ഇഷ്ടപ്പെട്ട വീടാണ് നീ വാടക എടുത്ത് ഞാൻ കൊടുത്തേ. അച്ഛോ ഇതിപ്പോ പറഞ്ഞ എങ്ങോട്ട് പോണെന്ന് മനസ്സിലായി. വീടിന്റെ പ്രശ്നത്തിലല്ലേ? എന്നൊക്കെ ഇവിടെ വീടിന്റെ പ്രശ്നത്തിന്റെ ചർച്ച നടന്നിട്ടുണ്ടോ? അന്നൊക്കെ ഇവിടെ നല്ല അടിയിൽ അവസാനിച്ചിട്ടുള്ളൂ. അതല്ലടേ, ഇവൾ അമ്പിനും വില്ലിനും അടുക്കൂല. കുടുംബമല്ലേ, വീടല്ലേ, സമാനമായിട്ട് മുന്നോട്ട് പോകുന്ന സമ്മതിക്കൂല. മകളെ വെച്ചു നീ ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിന്നാ നമുക്ക് മനസ്സാമം തരൂല. മക്കൾ അച്ഛനടുത്ത് വന്നിരിക്കും വാ. അല്ലെങ്കിൽ ആരും അമ്മയോട്ട് അടുക്കള നിൽക്കുന്നു. ഇനി ഞാൻ അടുക്കള നിന്നുണ്ടല്ലോ അമ്മ എന്നെ പനിക്കിടും. വാ നമുക്ക് പോവാം. എന്താടേ ഇങ്ങനെ? ഇതെന്തൊരു കഷ്ടമോ ഇത്? ഇവിടെ നല്ലൊരു അടി ഉണ്ടാക്കിയില്ലേ എല്ലാവരുടെ മനസ്സൊന്ന് ശാന്തമാകത്തുള്ളൂ. വിങ്ങി പൊട്ടി നിൽക്കുകയാണ് ഒരു അടി ഉണ്ടാക്കാൻ വേണ്ടി. അല്ല അമ്മ എന്താണ് ലച്ചേച്ചിടൊന്നും അരിയണ്ടെന്ന് പറഞ്ഞത്? ഞാൻ വെണ്ടയ്ക്കാം പാവയ്ക്കാം ഫ്രിഡ്ജിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇനിയിപ്പോ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ? ആണാ? ആ അതങ്ങ് പറഞ്ഞാൽ പോരായിരുന്ന? പറയാനുള്ള ഒരു അവകാശം തരണില്ലല്ലോ. അതിന് മുമ്പേ അങ്ങോട്ട് ചാടിക്കടിക്കല്ലേ.